നീണ്ട 15 വർഷത്തെ കാത്തിരിപ്പിന് വിരാമം വിട്ടുകൊണ്ട് ലിയോ 14 മാർപ്പാപ്പയുടെ ചരിത്രപ്രസിദ്ധമായ സ്പെയിൻ പര്യടനം തുടരുന്നു. 7 ദിവസം നീണ്ടു നിൽക്കുന്ന സന്ദർശനത്തിലെ ആദ്യ 2 ദിവസത്തെ ഔദ്യോഗിക ചടങ്ങുകൾ തലസ്ഥാനമായ മാഡ്രിഡിൽ പൂർത്തിയായി. 12 ലക്ഷത്തിലധികം വിശ്വാസികളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന പ്രാർത്ഥനാ സംഗമങ്ങളിൽ പങ്കെടുത്തത്. അഡോൾഫോ സുവാരസ് മാഡ്രിഡ് ബരാജസ് വിമാനത്താവളത്തിലിറങ്ങിയ പരിശുദ്ധ പിതാവിനെ സ്പെയിനിലെ രാജാവും രാജ്ഞിയും ചേർന്ന് റോയൽ പാലസിൽ ഔദ്യോഗികമായി സ്വീകരിച്ചു. ഔദ്യോഗിക ചടങ്ങുകൾക്ക് ശേഷം കാരിത്താസ് സംഘടനയുടെ നിർധനർക്കായുള്ള CDA 24 Hours എന്ന സാമൂഹിക സേവന കേന്ദ്രമാണ് മാർപ്പാപ്പ ആദ്യം സന്ദർശിച്ചത്. ശനിയാഴ്ച വൈകുന്നേരം പ്ലാസ ഡി ലെമയിൽ നടന്ന വൻ യുവജന സംഗമമായിരുന്നു ആദ്യ ദിവസത്തെ പ്രധാന ആകർഷണം. 5 ലക്ഷത്തോളം യുവാക്കളെ സാക്ഷി നിർത്തി പരസ്പരം സ്നേഹിക്കാനും മാനുഷിക മൂല്യങ്ങൾക്ക് മുൻഗണന നൽകാനും അദ്ദേഹം ആഹ്വാനം ചെയ്തു. സന്ദർശനത്തിന്റെ 2ാം ദിവസമായ ഞായറാഴ്ച മാഡ്രിഡ് നഗരം ചരിത്രത്തിലെ ഏറ്റവും വലിയ ജനക്കൂട്ടത്തിന് സാക്ഷ്യം വഹിച്ചു. പ്ലാസ ഡി സിബേലസിൽ നടന്ന വിശുദ്ധ കുർബാനയിലും കോർപ്പസ് ക്രിസ്റ്റി തിരുനാൾ ആഘോഷങ്ങളിലും 12 ലക്ഷത്തിലധികം വിശ്വാസികളാണ് അണിനിരന്നത്. ഭിന്നതകൾ മറന്ന് ദരിദ്രരെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും സഹായിക്കാൻ വിശ്വാസികൾ മുന്നോട്ട് വരണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. തുടർന്ന് വൈകുന്നേരം കലാകായിക രംഗത്തെ പ്രമുഖരുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. സന്ദർശനത്തിന്റെ 3ാം ദിവസമായ ഇന്ന് മാർപ്പാപ്പ സ്പാനിഷ് പ്രധാനമന്ത്രി പെഡ്രോ സാഞ്ചസുമായും പാർലമെന്റ് അംഗങ്ങളുമായും കൂടിക്കാഴ്ച നടത്തും. ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു മാർപ്പാപ്പ സ്പാനിഷ് പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുന്നത് എന്ന പ്രത്യേകതയുമുണ്ട്. തുടർന്ന് 9ാം തീയതി ബാഴ്സലോണയിലേക്കും അതിനുശേഷം അഭയാർത്ഥി പ്രതിസന്ധി നേരിട്ടറിയാൻ കാനറി ദ്വീപുകളിലേക്കും അദ്ദേഹം യാത്ര തിരിക്കും.